ബാങ്കിങ്ങിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഇതുപോലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാത്രം മതിയോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എ ക്രെഡിറ്റ് കാർഡ് ഹോൾഡർ മേക്ക് എ കംപ്ലൈൻറ്റ് ടു ദ ബാങ്ക് ഓഫ് റോങ് ബില്ലിംഗ്. ആഫ്റ്റർ ഹൗ മെനി ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലൈൻറ്റ് ഹി ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ് വിത്ത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റിൽഡ്. ആൻസർ 30 ഡേയ്സ്. അതായത് ഒരു ക്രെഡിറ്റ് കാർഡ് ഹോൾഡറിന് റോങ് ബില്ലിങ്ങുമായിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് ബാങ്കിൽ കൊടുക്കും അല്ലേ. ആ ബാങ്കിൽ കൊടുത്തതിന് ശേഷം ഒരു 30 ദിവസത്തിനുള്ളിൽ അതൊന്ന് ആ കംപ്ലൈൻറ്റ് സെറ്റിൽ ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് അത് ബാങ്കിങ് ഓംബുഡ്സ്മാന് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, ഹോൾഡ് ലിസ്റ്റിംഗ് ഓഫ് ക്രെഡിറ്റ് കാർഡ് മീൻസ്. ആൻസർ ബ്ലോക്കിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കാർഡ്. ഹോൾഡ് ലിസ്റ്റിംഗ് ഓഫ് ക്രെഡിറ്റ് കാർഡ് ബ്ലോക്കിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ കാർഡ്. അതായത് ക്രെഡിറ്റ് കാർഡ് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് നടക്കുകയോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യും. അതിനെയാണ് ഹോൾഡ് ലിസ്റ്റിംഗ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, QR ഇൻ QR കോഡ് സ്റ്റാൻഡ് ഫോർ ക്വിക്ക് റെസ്പോൺസ്. QR കോഡിലെ QR എന്ന് വെച്ചാൽ ക്വിക്ക് റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഹൂ ഡെവലപ്പ് ദ QR കോഡ്? ആൻസർ മസാഹിരോ ഹാര. അദ്ദേഹം ഒരു ജാപ്പനീസ് എഞ്ചിനീയർ ആണ്, മസാഹിരോ ഹാര. അദ്ദേഹമാണ് QR കോഡ് ഡെവലപ്പ് ചെയ്തത്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ഡെൻസോ വേവ് എന്ന കമ്പനിയിലാണ്. 1994 അദ്ദേഹം QR കോഡ് ഡെവലപ്പ് ചെയ്തത്. നെക്സ്റ്റ്, കോർ സ്റ്റാൻഡ് ഫോർ ഇൻ കോർ ബാങ്കിങ്. കോർ ബാങ്കിങ്ങിലെ കോർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. കോറ് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ്. കോർ സെൻട്രലൈസ്ഡ് ഓൺലൈൻ റിയൽ ടൈം എക്സ്ചേഞ്ച്. നെക്സ്റ്റ്, കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ്. ആൻസർ പ്രൊഡക്ഷൻ നീഡ് ആൻഡ് കൺസംഷൻ നീഡ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഏതൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രൊഡക്ഷൻ നീഡിനും കൺസംഷൻ നീഡിനും. ഇതും നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് റെക്കമെൻഡഡ് ബൈ. ആൻസർ TM ബാസിൻ കമ്മിറ്റി. The revised Kisan credit card scheme was recommended by TM ബാസിൻ കമ്മിറ്റി. 2012 നെക്സ്റ്റ്, RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ 6th March 1934. RBI ആക്ട് വാസ് പാസ്ഡ് ഇൻ 6th March 1934. RBI ആക്ട് എക്സ്റ്റെൻസ് ടു. ആൻസർ ഹോൾ ഓഫ് ഇന്ത്യ. RBI ആക്ട് ഇന്ത്യയിൽ മൊത്തം ബാധകമാണ്. നെക്സ്റ്റ്, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ഇൻ ദ വേൾഡ്? ആൻസർ മുഹമ്മദ് യൂനസ്. ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഗ്രാമീൺ ബാങ്ക് ഇൻ ദ വേൾഡ്? മുഹമ്മദ് യൂനസ്. ദ ക്രെഡിറ്റ് കാർഡ് ഇൻ ദ നാച്ചർ ഓഫ് ക്ലീൻ ഓവർ ഡ്രാഫ്റ്റ് ഫോർ മൾട്ടിപർപ്പസ് യൂസ് ഇൻക്ലൂഡിംഗ് കൺസംഷൻ ഈസ്. ആൻസർ കിസാൻ ക്രെഡിറ്റ് കാർഡ്. ദ ക്രെഡിറ്റ് കാർഡ് ഇൻ ദ നാച്ചർ ഓഫ് ക്ലീൻ ഓവർ ഡ്രാഫ്റ്റ് ഫോർ മൾട്ടിപർപ്പസ് യൂസ് ഇൻക്ലൂഡിംഗ് കൺസംഷൻ ഈസ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നെക്സ്റ്റ്, RBI ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആൻസർ സെപ്റ്റംബർ 8, 1933. RBI ബില്ല് ഇൻട്രൊഡ്യൂസ്ഡ് ഓൺ ലെജിസ്ലേറ്റീവ് അസംബ്ലി. എന്നാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ RBI ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? സെപ്റ്റംബർ 8, 1933. പ്രീവിയസ് ആണ്. ഹൗ മെനി സെക്ഷൻസ് ആർ ദർ ഇൻ RBI ആക്ട് 1934? RBI ആക്ട് 1934 എത്ര സെക്ഷൻസ് ആണ് ഉള്ളത്? 61. Which committee was appointed for the restructuring of RRB by NABARD in 2003? Answer Chalapati Rao Committee. Which committee was appointed for the restructuring of RRB by NABARD in 2003? Answer Chalapati Rao Committee. Next, Banking Ombudsman Scheme is specified in which act? In which section of BR Act? BR ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം പറയുന്നത്? ആൻസർ സെക്ഷൻ 35A. നെക്സ്റ്റ്, വിച്ച് സെക്ഷൻ ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക്? ആൻസർ സെക്ഷൻ 3. സെക്ഷൻ 3 ഓഫ് RBI ആക്ട് ഡീൽസ് വിത്ത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസർവ് ബാങ്ക്. സെക്ഷൻ 3യിലാണ് RBI ആക്ടിന്റെ സെക്ഷൻ 3യിലാണ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റിസർവ് ബാങ്കിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ ഇൻ ദ ഇയർ. ആൻസർ 14 ജൂൺ 1995. ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജൂൺ 14, 1995.
നെക്സ്റ്റ് പ്രസന്റ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് നോൺ ആസ് ആൻസർ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. പ്രസന്റ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഈസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം. 2021 വന്നത്. നെക്സ്റ്റ് നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ വാസ് സെറ്റപ്പ് ഇൻ ഡിസംബർ 1967. നാഷണൽ ക്രെഡിറ്റ് കൗൺസിൽ വാസ് സെറ്റപ്പ് ഇൻ ഡിസംബർ 1967. നെക്സ്റ്റ് എ മൈനർ ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് അക്കൗണ്ട് ഇൻ ഹിസ് നെയിം ഓഫ് ഹി ഹാസ് കംപ്ലീറ്റഡ് ഡാഷ് ഇയർ ഓഫ് ഏജ്. ആൻസർ 10 years. നേരത്തെ ചോദിച്ചിട്ടുണ്ട്. എ മൈനർ ക്യാൻ ഓപ്പൺ ആൻഡ് ഓപ്പറേറ്റ് അക്കൗണ്ട് ഇൻ ഹിസ് നെയിം ഓഫ് ഹി ഹാസ് കംപ്ലീറ്റഡ് ഓഫ് ഡാഷ് ഇയേഴ്സ് ഓഫ് ഏജ്. 10 years. Next question. Payment in due course is defined in which section of Negotiable Instrument Act? Answer section 10. Payment in due course is defined in which section of Negotiable Instrument Act? Answer section 10. Next, Kisan Credit Card was announced for the first time in a budget in 1998. Name the finance minister who announced it. Answer Yashwant Sinha. യശ്വന്ത് സിൻഹ ആണ് 1998 ബഡ്ജറ്റിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് അനൗൺസ് ചെയ്തത്. നെക്സ്റ്റ് ദ പ്രോസസ് ഓഫ് സെൻഡിങ് മണി ഇലക്ട്രോണിക്കലി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ ഓവർ ഇന്റർനെറ്റ് ആസ് നോൺ ആസ്. ആൻസർ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ. നെക്സ്റ്റ് ഇത് പേയ്മെന്റ് ഓഫ് എ പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ. ആൻസർ മേക്കർ. ഒരു പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്ന ഡെറ്ററാണ്. അപ്പം പേയ്മെന്റ് ചെയ്യുന്ന ആരാ? ഡെറ്റർ ആണല്ലോ പണം കൊടുക്കാനുള്ളത്. അയാൾ തന്നെയാണ് പ്രോമിസറി നോട്ട് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് പേയ്മെന്റ് ഓഫ് എ പ്രോമിസറി നോട്ട് ഈസ് മെയ്ഡ് ബൈ മേക്കർ. സെക്ഷൻ 49 ഓഫ് RBI ആക്ട് ഡിഫൈൻസ്. ആൻസർ ബാങ്ക് റേറ്റ്. സെക്ഷൻ 49 ഓഫ് RBI ആക്ടിൽ പറയുന്നത് ബാങ്ക് റേറ്റിനെ കുറിച്ചാണ്. നെക്സ്റ്റ് ഇത് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് SBI വാസ് ഡാഷ് ക്രോർസ്. ആൻസർ 20 CR. ഇത് ഇനിഷ്യൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് SBI 20 CR. വിച്ച് സെക്ഷൻ ഓഫ് RBI ആക്ട് ഡിഫൈൻസ് ഷെഡ്യൂൾഡ് ബാങ്ക്? RBIയുടെ ഏത് സെക്ഷനിലാണ് ഷെഡ്യൂൾഡ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെക്ഷൻ 2E. RBI ആക്ടിന്റെ സെക്ഷൻ 2E ഷെഡ്യൂൾഡ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദ ടേം ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ വിച്ച് സെക്ഷൻ ഓഫ് BR ആക്ട്? BR ആക്ടിന്റെ ഏത് സെക്ഷനിലാണ് ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആൻസർ സെക്ഷൻ 5. A letter of credit is issued by. Answer Importers Bank. A letter of credit is issued by Importers Bank. Next, first bank to get ISO certificate. Answer Canara Bank. ISO certificate കിട്ടിയ ആദ്യ ബാങ്ക് ഏതാണ്? കാനറ ബാങ്ക്.